ഹേ ഗൈസ്, എന്തെങ്കിലും വിശേഷം? സുഖമായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ വീഡിയോ ആണ്. അതെ, ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ വീഡിയോ ആണ്. നമ്മൾ ഏകദേശം ഒരു 10 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മൻ ഗവൺമെന്റ് പുതിയൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ആ വീഡിയോക്കകത്ത് നമ്മളതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞത് പ്രിപ്പയർ ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് പ്രിപ്പയർ ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആയവർക്ക് ഓപ്പർച്യൂണിറ്റി ഇനി വെറും 6 ദിവസത്തിനകം ഓപ്പൺ ആവാൻ പോവുകയാണ് ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ. അതിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെ റീലുകളിലൂടെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ്, ചില കാര്യങ്ങളൊന്നും ആരും അറിയില്ല, ഇല്ലെങ്കിൽ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. തലവര എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. സോ അതില്ലാത്തവരും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കുക. കാരണം പറയാൻ പറ്റില്ല ഇത് ആർക്കാണ് യൂസ്ഫുൾ ആകാൻ പോകുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കാവാം, ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കാകാം, സഹോദരങ്ങൾക്കാകാം, സഹോദരിമാർക്കാകാം, ആർക്ക് വേണമെങ്കിലും ആവാം. സ്റ്റുഡൻറ് ഗ്രൂപ്പുകളിലേക്കും കാര്യങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയല്ലേ. സോ ചാനൽ ഇൻഫോർമേറ്റീവ് ആയാലും എൻ്റർടൈനിങ് ആയാലും കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയോട് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം കഴിഞ്ഞ 10 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചിലപ്പോൾ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സിന്. UK-ലേക്കും അയർലൻഡിലേക്കും യൂറോപ്പിലേക്കൊക്കെ പഠിക്കാൻ പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ജോലി അന്വേഷിച്ച് നടക്കുന്ന സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ഒരു തരം അവസരമായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, അതിപ്പോൾ യൂറോപ്പിലുള്ളവർക്ക് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഷെങ്കൻ കൺട്രിയിലുള്ളവർക്ക് ജർമ്മനിയിൽ പോയി നിൽക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസയാണ്, 12 മാസത്തെ വിസയാണ്. ഈ 12 മാസത്തെ വിസയ്ക്കകത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോയിട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജർമ്മനി എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് രാജ്യമാണ്. ഞാൻ ഇപ്പോൾ സഞ്ചരിച്ച രാജ്യങ്ങളിൽ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് നിന്ന രാജ്യം ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഞാനൊരു റോഡ് ട്രിപ്പ് തന്നെ ചെയ്തായിരുന്നു. പല സ്ഥലങ്ങളിൽ പോയായിരുന്നു ഞാൻ ജർമ്മനിയിൽ. പല സ്റ്റുഡൻസിനെ കണ്ടായിരുന്നു, അവിടെ ഓരോ ആൾക്കാരെ കണ്ടായിരുന്നു. പല അഭിപ്രായം, നല്ല അഭിപ്രായം. ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഇനി ജർമ്മനിയുടെ വരാനുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ അതൊക്കെ ഞാൻ വരുന്നത് അപ്ലോഡ് ചെയ്യും. ജർമ്മനി ഓപ്പർച്യൂണിറ്റി, ശരിക്കും പറഞ്ഞാൽ ജർമ്മനി ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ളവർക്ക് ജീവിക്കാൻ പറ്റിയ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് അവസരം തരുന്ന ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി. അത് സ്റ്റുഡൻറ് വിസയിൽ പോയ ആൾക്കാരാവട്ടെ, ഇനി നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റ് എടുത്ത് ബ്ലൂ കാർഡ് എടുത്ത് പോയവരാവട്ടെ, ഒരുപാട് പേര് പോയിട്ടുണ്ട് ബ്ലൂ കാർഡ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് എല്ലാവരും തന്നെ, എല്ലാ ഗ്രാജുവേഷൻ കഴിഞ്ഞവരും ഇല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സസ് കഴിഞ്ഞവരും ഇത് ട്രൈ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇതാണ് എലിജിബിലിറ്റി, ഇതൊക്കെയാണ് എലിജിബിലിറ്റി, ഇതൊക്കെ ചെയ്യണം എന്നുള്ള രീതി. 2 രീതിയിൽ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 6 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഏതൊക്കെ രീതിയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ അന്നത്തെ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. എന്തായാലും UK-യിലുള്ളവരെല്ലാവരും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് ട്രൈ ചെയ്യുക എന്നുള്ളത് ഞാൻ റിക്വസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് ഒന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ, ഫോറിൻ പ്രൊഫഷണൽ ഓർ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അത് വൊക്കേഷണൽ ആവാം, ഡിഗ്രി ആവാം, മാസ്റ്റേഴ്സ് ആവാം, എനിത്തിങ് ആവാം. ഓക്കെ, അത് നിങ്ങൾ എന്താ പറയുക, ഈ ജർമ്മനി നമുക്കറിയാം ജർമ്മൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് അതിൻ്റെ ഇക്വലൻസി ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊരു വഴിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ റെക്കഗ്നേഷൻ ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തതിന് ഏകദേശം ഒരു 3-4 മാസത്തെ ടൈം എടുക്കും. അതാണ് ഞാൻ 10 മാസം മുമ്പേ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാത്തവർക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതും ചെയ്യാം, കുറച്ചും കൂടി ഈസിയാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അതായത് ഈ ചാൻസ് ഒക്കെ ആയിട്ട് 2 രീതിയിൽ പോകാം. ഒന്ന് പോയിന്റ് ബേസ്ഡ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ ഇതേപോലെ ജർമ്മൻ ഡിഗ്രി ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് പോകാനുള്ള ഒരു അവസരമുണ്ട്. ഇനിയിപ്പോൾ ഡിഗ്രി ഒന്നും നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അക്കാദമിക് ക്വാളിഫിക്കേഷൻസ് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇക്വലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, നമുക്കറിയാം UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. ഞാൻ അന്ന് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പുതിയൊരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. തീർച്ചയായും ഓർമ്മയുള്ളവർക്ക് അറിയാം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് നമുക്ക് മിനിമം 8 പോയിന്റ് ആണ്, മിനിമം 6 പോയിന്റ് ആണ്, 6 to 8.
ഈ പോയിന്റ് നമുക്ക് മിനിമം ഒരു 6 പോയിന്റ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണ് ഈ പറഞ്ഞ ചാൻസും കാട്ടെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാവരെയും കൊണ്ട് പറ്റുമോ? തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിന് സ്പൗസിനെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്പൗസിനെ കൊണ്ടുപോകണമെങ്കിൽ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. സ്പൗസുമായിട്ടൊരു 1 ഇയർ ജർമ്മനിയിൽ താമസിക്കാനും ജോബ് കണ്ടെത്താനും നോക്കാം. വളരെ സിമ്പിളായിട്ട് എന്താണ് ചാൻസ് കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സീക്കർ വിസയുടെ മറ്റൊരു വേർഷനാണ്. ജോബ് സീക്കർ വിസ ഒരു 6 മാസം കിട്ടുവാണെങ്കിൽ ഇത് 1 വർഷം കിട്ടും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താനുള്ള അവസരം കിട്ടും. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇവർ അവകാശവാദം പല രീതിയിലാണ്, റെസിഡൻസി പെർമിറ്റും അതുപോലെ തന്നെ ജോബ് ഗ്യാരണ്ടിയും പലതും കൊടുക്കുന്നുണ്ട്. ജർമ്മനി അങ്ങനെയാണ്, നല്ല രാജ്യമാണ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നല്ല രാജ്യമാണ്. ലാംഗ്വേജ് ഇല്ലാത്തവർക്കും പോകാൻ പറ്റും ചാൻസ് ആൻഡ് കാട്ടയിലൂടെ. നമ്മൾ അതാണ് നോക്കാൻ പോകുന്നില്ല. പക്ഷേ ബേസിക് ലാംഗ്വേജ് നിർബന്ധമാണ് കേട്ടോ. അതിന് ഒന്നാമത്തെ നമുക്കിനി പോയിന്റ്സ് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടലി ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആണ് ഓരോ പോയിന്റ്സ് കൊടുക്കുന്നത്. ഇനി നമുക്ക് പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ ഓപ്പർച്യൂണിറ്റി കാർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫിഷ്യൻറ്റ് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽ അറ്റ് A ലെവൽ. അതായത് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മടിയാണ് പഠിക്കാൻ. പക്ഷേ പഠിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് A ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക് ലെവലാണ് A ലെവൽ. ഓക്കെ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റ്സ് അതിനകത്ത് കിട്ടി. അതുമല്ല ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെവൽ അറ്റ് B ലെവൽ, ഇനിയിപ്പോൾ B2 ലെവൽ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ വരെയെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്കൊരു IELTS കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഏറ്റവും ബേസിക് ലെവലുകളാണ് A ലെവലും അതുപോലെ B2 ലെവലും ലാംഗ്വേജിൻ്റെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലി വെറുതെ ജർമ്മനി പോയിട്ട് ഒരു 12 മാസം നിന്നിട്ട് വരുന്നതിനുപരി നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യാം, ഇനിയും സമയമുണ്ട്, ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സുകൾ കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അതിപ്പോൾ ഡിപ്ലോമയാവാം, 2 ഇയർ ഡിപ്ലോമയാവാം, 3 ഇയർ ഡിപ്ലോമയാവാം, അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4 പോയിന്റ്സ് അവാർഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഈ 4 പോയിന്റ്സ് നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് 8 പോയിന്റ്സ് ആണ്. ഇല്ലെങ്കിൽ മിനിമം 6 പോയിന്റ്സ് നിങ്ങൾക്ക് നേടിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ ചാൻസ് കാട്ടേക്ക് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമോ? വളരെ ഈസി ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. അതിനകത്ത് ആ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ലാംഗ്വേജ് നിങ്ങൾ എത്ര പേര് എടുത്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ എടുത്ത ഒരുപാട് പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ 3 പോയിന്റ്സ് അവാർഡ് ഫോർ ദ 5 ഇയർ ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ ദ ലാസ്റ്റ് 7 years. ഓക്കെ, എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 3 പോയിന്റ്സ് കിട്ടും. ഓക്കെ, മറ്റേ നിങ്ങളുടെ ഒരു വൊക്കേഷണൽ കോഴ്സോ ഡിപ്ലോമയോ ഇല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ 4 പോയിന്റ്സ് കിട്ടി. ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു 3 പോയിന്റ്സ് കിട്ടി. ഞാൻ അത് പറഞ്ഞു, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം എസ്പെഷ്യലി IT-കാർക്ക് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു ബേസിക് ലാംഗ്വേജ് ഉണ്ട് ചാൻസ് കാട്ടെ കിട്ടാൻ, അവർ അതെടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇനി ഇവിടെ സ്കിൽ ഷോർട്ടേജിൽ വരുന്ന ജോബുകൾ ഏതും ആവട്ടെ, അതിനകത്തൊരു വൊക്കേഷണൽ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ചെറിയൊരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5 ഇയേഴ്സ് ഇല്ലെങ്കിൽ 2 പോയിന്റ്സ് ആർ അവാർഡഡ് ഫോർ 2 ഇയേഴ്സ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5 ഇയേഴ്സ് ഇല്ലെങ്കിൽ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ്സ് കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് കിട്ടി. ഇപ്പം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനായി 4 പോയിന്റ്സ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 പോയിന്റ്സിൻ്റെ എക്സ്പീരിയൻസും കൂടെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? ഓൾറെഡി മറ്റേ ക്വാളിഫിക്കേഷൻ, അതായത് വൊക്കേഷണൽ കോഴ്സിന് കാര്യങ്ങൾ 4 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. 5-6 പോയിന്റ്സ് അവിടെ തന്നെ ആയി നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ ഓക്കെ, 1 പോയിന്റ് ഈസ് അവാർഡഡ് ടു അപ്ലിക്കൻറ്റ് ഹു ആർ നോട്ട് ഓവർ 40. അതായത് 1 പോയിന്റ് നിങ്ങൾക്ക് വീണ്ടും കിട്ടും നിങ്ങളുടെ ഏജ് 40 മേലെ അല്ലെങ്കിൽ. ഓക്കെ, ഇനി 35 താഴെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 2 പോയിന്റ്സ് അവിടെ ലഭിക്കും. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ എലിജിബിളായി നിങ്ങൾ പോകാനായിട്ട് അല്ലേ. അതുപോലെ തന്നെ 1 പോയിന്റ് ഈസ് ഓൾസോ അവാർഡഡ് ഫോർ വെരി ഗുഡ് നോളജ് ഓഫ് ഇംഗ്ലീഷ്, അതുപോലെ റീസണബിൾ നോളജ് ഓഫ് ജർമ്മൻ A2 ഇഫ് യു ഹാഡ് എ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ഡിഗ്രി ഇൻ ഏരിയ ഓഫ് ഒഫീഷ്യൽ ലേബർ ഷോർട്ടേജ് ഇൻ ജർമ്മനി. സോ ഇപ്പോൾ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന മേഖലയിൽ അപ്ലൈ ചെയ്യോ, ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എക്സ്ട്രാ 1 പോയിന്റ്. അപ്പോൾ തന്നെ മോർ ദൻ നമ്മൾ ഈ ചാൻസ് ആൻഡ് കാറ്റയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള പോയിന്റ്സിന് മേലെ. സോ അങ്ങനെ 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്ന് പോയിന്റ് വഴി നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റും ലാംഗ്വേജ് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ റിക്കഗ്നൈസ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാം. അത് കുറച്ച് ടൈം എടുക്കുന്നൊരു സമയമാണ് അല്ലേ. ഈ ലാംഗ്വേജ് അതിന് പുറമെ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഫണ്ട് കാണിക്കണം.
ഓക്കെ, ഈ ഫണ്ട് കാണിക്കണം. 12 മാസത്തെ വിസയാണ്. 12 മാസം നിങ്ങൾ അവിടെ പോയി നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ജോലി കണ്ടെത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ ഫണ്ട് വേണം. ഏകദേശം 11,000 മേലെ ഒരു 11,000 സംതിങ് യൂറോ ആണ് നമുക്ക് ബ്ലോക്കഡ് അക്കൗണ്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഈ ബ്ലോക്കഡ് അക്കൗണ്ട് എമൗണ്ട് കാണിക്കേണ്ടത്. ഇനിയിപ്പോൾ ബ്ലോക്കഡ് അക്കൗണ്ട് കാണിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലേ? യെസ്, പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ജർമ്മനിയിൽ ഒരു 20 അവേഴ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. ഓക്കെ, സോ ബ്ലോക്കഡ് അക്കൗണ്ട് ഇല്ലാതെയും പോവാം. പക്ഷേ അതിന് മുമ്പ് 20 അവേഴ്സിൻ്റെ കോൺട്രാക്ട് അത് കിട്ടാൻ ചാൻസ് കുറവാണ്. ബ്ലോക്കഡ് അക്കൗണ്ടും വലിയ സീനില്ല. ബ്ലോക്കഡ് അക്കൗണ്ട് നിങ്ങളുടെ പൈസ നഷ്ടമാവുന്നതല്ല, അത് നിങ്ങൾ അവിടുത്തെ ഒരു ബാങ്കിൽ കീപ്പ് ചെയ്യുന്നതാണ്. മന്ത്ലി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളില്ലെങ്കിൽ അവിടെ പോയിട്ട് പട്ടിണി ഇടുന്നാലോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബും ഫൈൻഡ് ചെയ്യാം, ഫുൾ ടൈം ജോബും ഫൈൻഡ് ചെയ്യാം. പക്ഷേ പാർട്ട് ടൈം 20 അവേഴ്സാണ് അതിനകത്ത് അലോഡ് ചെയ്യുന്നുള്ളൂ. ഫുൾ ടൈം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ പെർമനന്റ് ജോബ് ആയില്ലേ അല്ലേ? സോ ഗൈസ്, അപ്പോൾ ചാൻസും കേട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എസ്പെഷ്യലി IT-കാർക്ക്, എഞ്ചിനീയേഴ്സിന്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഒരുപാട് ഷോർട്ടേജ് വരുന്ന ഫീൽഡ് ഉണ്ട്. അതൊക്കെ നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. പ്രിപ്പയർ ചെയ്തവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പോയി പൊളിക്കുക. ബെസ്റ്റ് രാജ്യമാണ്, ഞാൻ ഡെഫിനറ്റ്ലി പറയാം, ബെസ്റ്റ് രാജ്യമാണ്. ഓപ്പർച്യൂണിറ്റി അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് അൺസ്കിൽഡ് ജോബ്സിന് പോസിബിലിറ്റി ഇല്ല. അൺസ്കിൽഡ് ജോബ്സിന് ഒരിക്കലും പോസിബിലിറ്റീസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ, ഒരു വൊക്കേഷണൽ കോഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ചെറിയൊരു ലാംഗ്വേജിൻ്റെ കോഴ്സ് എടുത്തൊരു A1 എങ്കിലും ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏജൊക്കെ പിന്നെ പറയാമല്ലോ, ഏജൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രാജ്യമാണ്. അൺസ്കിൽഡ് നോക്കി ഇരിക്കേണ്ട ഒരാവശ്യമില്ല. ഏജൻസിയുടെ കാലം ചോട്ടി പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. ഏജൻസിക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഒരു ജോബ് ഓഫറും ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് ഒരു ഏജൻസിക്കും ലക്ഷങ്ങൾ കൊടുക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്കീം തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന 6 ദിവസത്തിൻ്റെ ഉള്ളിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി കാർഡ്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഹെൽപ്പ് ഡെസ്ക്, നമ്മുടെ YPS യങ് പ്രൊഫഷണൽ സ്കീമിലേക്ക് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്കും ഒരു പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കട്ടെ, ഇതിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ. ഇതിന് സ്വന്തമായിട്ട് ചെയ്യാനേ ഉള്ളൂ, സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതിനകത്ത് കയറിയാൽ തന്നെ മനസ്സിലാവും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്യുക. എന്തായാലും പൊളിക്കുക.